ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ചോക്ലേറ്റ് കേക്കിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രോബെറി വെച്ചിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് കാണിക്കാമെന്നുള്ളത്. അതുപോലെ ഞാനിതിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഓവനോ ബീറ്ററോ അതുപോലെ തന്നെ എന്താ പറയുക എയർ ഫ്രയറോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെയുള്ള കേക്ക് 2 മുട്ട വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവർക്കും ഞാൻ ഇതിന് മുന്നേ ഒരു ഇതുപോലെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ. അപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു ബീറ്ററൊന്നും ഇല്ലാണ്ട് ഇത്രയും സോഫ്റ്റിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ 1.5 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂൺ, നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കൊക്കോ ആണെന്നുള്ളതെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. മൈദേൻ്റെ കൂടെ ഒരു അരിപ്പ വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് അരിച്ച് വെക്കുക. ഇനി നമുക്ക് 2 മുട്ടയിലോട്ട് 1 കപ്പ് പഞ്ചസാര, ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ചേർത്ത് കൊടുത്തത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ യൂസ് ആക്കാം കേട്ടോ, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. പിന്നെ 1/4 കപ്പ് പാലും റൂം ടെമ്പറേച്ചറിലുള്ള പാല്, പിന്നെ 1 ടീസ്പൂൺ നിറച്ചെണ്ണ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ വിസ്കൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്താ പറയുക, ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഷിഫോൺ കേക്കൊക്കെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ബീറ്റർ എന്തായാലും വേണം. പക്ഷേ ഇങ്ങനെയുള്ള നോർമൽ കേക്കൊക്കെ അതുപോലെ വാനില കേക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ വാനില കേക്കിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഇൻഷാ അല്ലാ ഞാൻ വേറെ എന്തെങ്കിലും ഒരു റെസിപ്പി ചെയ്യുമ്പോൾ കാണിക്കാട്ടോ. അപ്പോൾ ഇത് നമ്മളിനി റെഡിയാക്കി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ അതിലോട്ട് ഈ ഒരു മുട്ടേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടാവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം, അത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത്, കൂടുതൽ അങ്ങനെ ഓവർ ബീറ്റ് ആക്കണ്ട, ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പിൽ കുറവ്, അത് ആ ഒരു കൺസിസ്റ്റൻസി നോക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പോളം ഞാൻ കോഫി 1 ടീസ്പൂൺ നിറച്ച് കോഫി പൗഡർ ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് ഇതുപോലെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഞാനൊരു ടേബിൾ സ്പൂണോളം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു തിക്നെസ് മതി, കൂടുതൽ ലൂസായി പോവണ്ട. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ബട്ടറും അതുപോലെ തന്നെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്ക്വയറോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് ആ ഒരു എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മറ്റേ നോർമൽ ടിന്നിലാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതേ കണ്ടില്ലേ, ഇതുപോലുള്ള ഒരു ബിരിയാണി ചെമ്പോ അലൂമിനിയത്തിൻ്റെയോ അതില്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു ഇതുപോലുള്ളൊരു ചെമ്പ് മതി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുന്നുണ്ടായിന് കേട്ടോ, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് ആ ഒരു പാനിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഹോളൊന്നും ഇല്ലാത്ത എന്താ പറയുക ഒരു ചെമ്പ് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതവിടെ ബേക്കാവട്ടെ. ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും വേണം. അതിനുശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കേക്ക് താണു പോകും കേട്ടോ, അതുവരെ തുറന്ന് നോക്കണ്ട. പിന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിലെന്തെങ്കിലും അഴുക്ക കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതങ്ങ് പോയിക്കോളും. ഞാനിവിടെ 200 ഗ്രാംസ് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാറില്ലേ, അത് 100 ഗ്രാമാണ് വരിക. അപ്പോൾ 200 ഗ്രാമിൻ്റെ ബാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മതിയാണെങ്കിൽ 100 ഗ്രാം, എന്നാലും 200 ഗ്രാമിനെ വേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് തന്നെയാണ് കേട്ടോ ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. അപ്പോഴേക്കും കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 3/4 മണിക്കൂർ എന്തായാലും തുറന്ന് നോക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, ഓരോരാളെ ഫ്ലെയിമിനനുസരിച്ചിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ നിന്ന് കുറച്ച് തണുക്കട്ടെ. ആ ടൈമിൽ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റും കൂടി നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇടുന്ന പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളമോ ഈർപ്പോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ മെൽട്ടായിട്ട് കിട്ടില്ല. ഈ ചോക്ലേറ്റ് വെക്കുന്ന പാത്രത്തിൽ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഉരുണ്ട് കളിക്കും. അത് ചിലർക്ക് അറിയണ്ടാവുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു സ്ട്രോബെറി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കേക്ക് ഒക്കെ നല്ല സോഫ്റ്റ് അല്ലേ, നമ്മൾ ഒരു ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. 2 മുട്ട വെച്ചിട്ട് തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ കേക്ക്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട്, കുറച്ച് ഇളം ചൂടുള്ള പാലെടുത്തിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് നമുക്ക് കേക്ക് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടില്ല. അപ്പോൾ നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എന്താ പറയുക ഡീമോൾഡായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡീമോൾഡ് ചെയ്യുന്ന കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ബട്ടർ പേപ്പർ എന്തായാലും വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓയിൽ ബ്രഷ് ചെയ്യാനും മറന്നു പോകണ്ട. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിലും കുറച്ച് മൈദയില്ലേ അത് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ അതെ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, നല്ല സോഫ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഇതേ മെഷർമെൻറ്റിൽ ചെയ്താൽ മതി. ഇനി ഞാൻ ആ ഒരു ബൗൾ തന്നെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടിൻ തന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു കേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. നല്ല സോഫ്റ്റ് കേക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ എന്നോട് ഇൻസ്റ്റയിലും ഞാൻ ഈ ഒരു ഇതുപോലുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ട് സമയത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്, ഇത്രയും എന്താ പറയുക ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ ഒരു റെസിപ്പി ചെയ്തത് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു പാലില്ലേ, ഗണേഷ് മിക്സ് ചെയ്ത് വെച്ച ഒരു പാല് നല്ലപോലെ ഒഴിച്ചിട്ട് ഈ ഒരു കേക്കൊക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗണേഷ് ഇതുപോലെയുള്ള പൈപ്പിംഗ് ബാഗിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ സ്പൂണിലൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു സ്ട്രോബെറി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്ട്രോബെറിയും അതുപോലെ തന്നെ ചോക്ലേറ്റും നല്ലൊരു കോമ്പിനേഷനല്ലേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. കൂടുതൽ പുളിയുള്ള സ്ട്രോബെറി എന്തായാലും എടുക്കണ്ട. പൊതുവേ എനിക്കങ്ങനെ ഈ ഒരു സ്ട്രോബെറി അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ, ഈ ഒരു പുളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇത് അത്ര പുളിയില്ല. ഈ ഒരു ചോക്ലേറ്റും കൂടി ആയിട്ട് വരുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. വലിയ എന്താ പറയുക പണിയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് കേക്കും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറിയും അതുപോലെ ചോക്ലേറ്റ് ഗണേഷൊക്കെ ഇതുപോലെ ആക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. താങ്ക് യു.